തൃശ്ശൂരിലെ എയ്ഡഡ് കൊള്ള വിവാദത്തിൽ 3 സ്കൂളുകൾ സർക്കാർ ഏറ്റെടുത്തു. കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ എന്നീ സ്കൂളുകളാണ് സർക്കാർ ഏറ്റെടുത്തത്. 2 മാസമായി ജയിലിൽ കഴിയുന്ന മാനേജർ VC പ്രവീണിനെ നേരത്തെ അയോഗ്യരാക്കിയിരുന്നു. 114 അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ചെന്ന വാർത്ത റിപ്പോർട്ടർ SIT ആണ് പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ VC പ്രവീണിനെ അഴിക്കുള്ളിലാക്കാൻ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ തുടർച്ചയായി പ്രസാദിന്റെ വാർത്തകളിലൂടെ സാധിച്ചു. ഇപ്പോൾ വളരെ കൃത്യമായ വിദ്യാഭ്യാസ കച്ചവടത്തിന് അധ്യാപകരെ പീഡിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു മാനേജ്മെന്റിന് കീഴിൽ ഭരിക്കപ്പെട്ടിരുന്ന 3 സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് അവർ വരികയാണ്. സന്തോഷമുള്ള കാര്യം പ്രസാദ്. ഗുഡ് മോർണിംഗ് ബിനിൽ. ശ്രുതി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാനേജ്മെൻറ്റ് കൊള്ള കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് പലതും പുറത്തു വരാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പണം കൊടുത്ത അധ്യാപകരിൽ പലരും അത് പുറത്തു പറയാൻ തയ്യാറാവാത്തതിനാലാണ് ഇത്തരം കൊള്ളക്കാരായ അധ്യാപകർ മാനേജർമാർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നു എന്ന് മാത്രമല്ല, അവരെ വർഷങ്ങളോളം പണിയെടുപ്പിച്ച് 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ പറഞ്ഞയക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിലെ ഈ 3 എയ്ഡഡ് സ്കൂളുകളുടെ മാനേജറായ VC പ്രവീണിൻ്റെ കാര്യത്തിൽ തുറന്നു പറയാൻ ചില അധ്യാപകർ തയ്യാറായി എന്നുള്ളിടത്താണ് നമ്മുടെ പരമ്പര തുടങ്ങിയതും അതിൽ ആത്യന്തികമായ ഫലമുണ്ടായതും. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ നിരവധി വാർത്തകൾ, ഏതാണ്ട് 13ലധികം വാർത്തകളാണ് എയ്ഡഡ് കൊള്ള എന്ന പരമ്പരയിലൂടെ VC പ്രവീൺ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും ക്രമക്കേടുകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വാർത്ത വന്നതിന് പിന്നാലെ അപ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെടുകയും ശക്തമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ പോലീസ് നടപടിയും ശക്തമാക്കി. ഇപ്പോൾ ഏതാണ്ട് 17ലധികം FIRകളാണ് VC പ്രവീണിനെതിരെ രജിസ്റ്റർ ചെയ്ത്. അതിൽ 4 FIRകൾ VC പ്രവീണിൻ്റെ ഭാര്യയും കൂരിക്കുഴിയിലെ അധ്യാപികയുമായ VC പ്രവീണിൻ്റെ ഭാര്യയ്ക്കെതിരെ ഉണ്ട്. അതുപോലെ VC പ്രവീണിൻ്റെ അമ്മയ്ക്കെതിരെയും കേസുണ്ട്. സ്കൂളിലെ സംസ്കൃത അധ്യാപകയ്ക്കെതിരെയും നിലവിൽ കേസുണ്ട്. ഇതിലിപ്പോൾ മറ്റുള്ളവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിലും VC പ്രവീൺ ഈ കേസിലെല്ലാം ജയിലിലേക്ക് പോവുകയായിരുന്നു. 3 റിമാൻഡ് കാലാവധി കഴിഞ്ഞു. അതായത് 2 മാസമാകാൻ പോകുന്നു VC പ്രവീൺ ഇപ്പോൾ ജയിലിലായിട്ട്. അതിനിടയിൽ VC പ്രവീണിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു. സ്വാഭാവികമായി അയോഗ്യനാക്കിയതിന് പിന്നാലെയുള്ള അടുത്ത നടപടി എന്ന് പറയുന്നത് സ്കൂളുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ നടപടിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ചാവക്കാട് DEO ഈ 3 സ്കൂളുകളുടെയും, അതായത് കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ, ഈ 3 സ്കൂളുകളുടെയും ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ 114 അധ്യാപകരിൽ നിന്നാണ് 10 ലക്ഷം രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ VC പ്രവീൺ വാങ്ങിക്കുകയും അവരെ വർഷങ്ങളോളം ജോലി ചെയ്യിപ്പിച്ച് 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ അവരെ പറഞ്ഞു വിടുകയും ചെയ്തത്. അതുമാത്രമല്ല, സർക്കാരിനെയും പലതവണ പല വിധത്തിൽ VC പ്രവീൺ പറ്റിക്കുന്നുണ്ടായിരുന്നു. ഈ 3 സ്കൂളുകളിലായി 221 കുട്ടികളെയാണ് ഇല്ലാത്ത കണക്കിൽ കാണിച്ച് സർക്കാരിൻ്റെ യൂണിഫോമും സ്കോളർഷിപ്പും മറ്റാനുകൂല്യങ്ങളും എല്ലാം തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ അതിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫയൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ടൊരു ഹിയറിംഗ് ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. അതായത് ഈ 3 സ്കൂളുകളും സർക്കാർ ഏറ്റെടുത്തു. അഴിമതിക്കാരനും കൊള്ളക്കാരനുമായ ഒരു മാനേജറല്ല സ്കൂൾ നടത്തേണ്ടത് എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു. അതിൽ റിപ്പോർട്ടറിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ നേരത്തെ ബിനിലും ശ്രുതിയും സൂചിപ്പിച്ചതുപോലെ നമുക്കതിൽ സന്തോഷമുണ്ട്. കാരണം ഇത്തരം കൊള്ളക്കാരെ തുറന്നു കാട്ടുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ചുമതലയാണ്. അത് നമ്മൾ നിറവേറ്റുന്നു. VC പ്രവീൺ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. അതിനിടയിൽ ഈ 3 സ്കൂളുകളും പൂർണ്ണമായി ഏതാണ്ട് സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയതും അത് നമ്മൾ പുറത്തുവിടുന്നതും. ബിനിൽ, ശ്രുതി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ. ഇപ്പോൾ എത്രയോ നാളായിരിക്കുന്നു, മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു VC പ്രവീൺ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ പോലും ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം ഗ്രാവിറ്റി ആ കുറ്റത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഉദാഹരണം കൂടിയാണ് ഈ ജയിൽവാസം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിൻ്റെ കാരണം. അപ്പോൾ
അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ്. എല്ലാ സംവിധാനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ഈ തുടർച്ചയായി വിദ്യാഭ്യാസ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന, വിദ്യാഭ്യാസ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, വിദ്യാഭ്യാസ കച്ചവടം മാത്രമല്ല ചീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയാണ് VC പ്രവീണിനെ തുടർച്ചയായി TV പ്രസാദിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ, വാർത്താ റിപ്പോർട്ടുകളിലൂടെ അഴിക്കുള്ളിലാക്കാൻ സാധിച്ചിരുന്നത്. അവിടെയുള്ള അധ്യാപകർക്ക് പുതിയ ജീവൻ നൽകിയിട്ടുള്ളത്, ആ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്ന ആ വിദ്യാലയത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുന്ന നടപടികളിലേക്ക് റിപ്പോർട്ടർ വാർത്ത എത്തിയതിൽ ഞങ്ങൾ അങ്ങേയറ്റം ചാരിതാർത്ഥ്യം ഉള്ളവരാണ്. TV പ്രസാദ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ SIT ടീം ഇത്തരം വിദ്യാഭ്യാസ കൊള്ളക്കാരുടെ പിന്നാലെ ഉണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നു.